ഇന്നത്തെ ആദ്യത്തെ പെർഫോമൻസുമായി ആരാണ് എത്തുന്നതെന്ന് നമുക്ക് നോക്കാം. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സ്റ്റൈലിഷ് മൂവി, അതാണ് ബിഗ് ബി. നമ്മുടെ പഴയ കൊച്ചി The one entrusted with the power must do anything to protect it. ബിഗ്ബിയിലെ കഥാപാത്രങ്ങളായി വേറെ താരങ്ങൾ മറ്റൊരു പശ്ചാത്തലത്തിൽ വന്നാൽ എങ്ങനെയിരിക്കും? അത്തരമൊരു ധർമ്മസങ്കല്പത്തിലേക്ക് നിങ്ങൾ കാണികളെ സാദരം ക്ഷണിക്കുന്നു. അങ്ങ് ദൂരെ 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 വിയറ്റ്നാമിൽ കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും മാത്രമുള്ള ഒരു ലോകമുണ്ട്. രാത്രി സഞ്ചാരികളായ ഇവരെ ലോകം ഒരു ഓമന പേരിട്ട് വിളിച്ചു, കൗബോയ്സ്. ഓരോ കൗബോയ്സിന്റെയും ജീവിതം തീരുന്നത് ഒരു വെടിയുണ്ടയിലോ അല്ലെങ്കിൽ ഒരു മുഴം കയറിലോ ആയിരിക്കും. Name Mr. Mel Gibson, age 31, wanted criminal, hanging for തൂക്കുശിക്ഷ for കൊലപാതകം, ബാങ്ക് കൊള്ള, വഞ്ചന, പിടിച്ചുപറി, etc. His hanging time 12 o'clock. Okay, 57, 58, 59, do it. ദൈവമേ, നന്ദി 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 ദൈവത്തിനല്ല, എനിക്ക് പറയണം. നീ ആരാണെന്ന് എനിക്കറിയില്ല, ബട്ട് എന്റെ ജീവൻ രക്ഷിച്ച നീയാ. വാട്ട് ഈസ് യുവർ നെയിം? ബിലാൽ ജോൺ കുരിശിങ്കൽ. എന്നെ നിനക്കറിയില്ല, പക്ഷേ എന്റെ അമ്മയെ നീ അറിയും. മേരി ടീച്ചർ കണക്ക് പരീക്ഷക്ക് മാർക്ക് കുറഞ്ഞു പോയതിന് നീയൊക്കെ കൂടി പടക്കം പൊട്ടിച്ചു കൊന്ന മേരി ടീച്ചർ. ടീച്ചർ അടുത്ത് വളർത്തിയ കുരുത്തം കേട്ട ചെക്കന്മാരിൽ മൂത്തവൻ ബിലാൽ. പോടാ പോടാ പോടാ, വിട്ടു പോടാ, ഈ സ്ഥലമത്ര ശരിയല്ല. ഞാനും എടാ, എന്റെ ജീവൻ രക്ഷിച്ചെന്നൊന്നും ഞാൻ ഓർക്കൂല. ഇത് പഴയ വിയറ്റ്നാമല്ലട്ടാ, പണി കിട്ടും. പോടാ. വിയറ്റ്നാം പഴയ വിയറ്റ്നാമല്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. കാരണം അന്നും എന്റെ കയ്യിൽ 5 പൈസ ഇല്ല, ഇന്നും എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. ബിലാലെ വിട്ടോ, നീ നിന്റെ ടൂള് കൊണ്ടൊന്നും ഞാൻ പേടിക്കൂല, കേട്ടിത്തരിഞ്ഞൻ. നിങ്ങളൊക്കെ അരനിക്കർ ഇട്ടോണ്ട് അജന്തയില് ആദ്യ ഭാഗം കണ്ടോണ്ടിരുന്ന ടൈമിൽ തന്നെ നമ്മളൊക്കെ ഈ സീൻ വിട്ടതാണ്. ഞാൻ അജന്തയിൽ ആദ്യ ഭാഗം കണ്ട് താനെങ്ങനെ എറിഞ്ഞു? നിന്റെ പുറകെയുള്ള സീറ്റിൽ അന്ന് ഞാനും ഉണ്ടായിരുന്നു. അനങ്ങരുത്, അനങ്ങിയാൽ നിന്റെ കലാഭവൻ മണി ഞാൻ അടിച്ചു പൊട്ടിക്കും. ബിലാലെ വേണ്ട, മേരി ടീച്ചറിന്റെ മരണത്തിന് നീ പ്രതികാരം ചെയ്യാൻ വന്നതാണാ? നിന്റെയൊക്കെ തള്ളകപ്പേര് നമ്മളെന്ത് ചെയ്യാനാ? നീ അതിന് പ്രതികാരം ചെയ്യാൻ വന്നതാണാ? പ്രതികാരം ചെയ്യാൻ ഞാൻ ഈ സിനിമയിലെ നായകനൊന്നുമല്ല, വില്ലനാ, വില്ലൻ. ഞങ്ങളുടെ അമ്മ മേരി ടീച്ചർ മരിക്കുന്നതിന് മുമ്പ് സ്വത്തുക്കളൊക്കെ വേറെ 2 പേർക്ക് എഴുതി കൊടുത്തു. അതിൽ നിന്ന് നിനക്കും കിട്ടിയിട്ടുണ്ട് കുറച്ച് കാശ്. അവന്മാരാരാ അതറിയാനാണ് ഞാൻ വന്നത്. എനിക്കറിഞ്ഞൂടാ മോനെ ജോർജേ, നിനക്കതറിയാം, നിനക്ക് മാത്രമേ അതറിയൂ. ആരുടെ അവന്മാര്? നിന്നെ ഞാൻ കയറിന്ന് രക്ഷിക്കുന്നത് എനിക്ക് നിന്നോട് ഐ ലവ് യു ആയതുകൊണ്ടൊന്നുമല്ല, അവന്മാരാരാണെന്ന് അറിയണം. പറ. എനിക്ക് അവന്മാരെ കുറിച്ച് അറിയാനും പാടില്ല, ഞാൻ പറയുമില്ല. വേണമെങ്കിൽ എനിക്ക് കിട്ടിയെന്ന് കുറച്ച് കാശ് നിനക്ക് തരാം. വേണോ? 5000 രൂപ അങ്ങോട്ട് വരും. ഈസ് ഇറ്റ് ഡീൽ ഓർ നോ ഡീൽ? ആ ഡീൽ. ഡീലെന്നല്ല പറഞ്ഞേ, ഇത് അടിയിലേ തീരൂ എന്നാ പറഞ്ഞേ.
ബിലാലെ കിട്ടി കാശ് കൊണ്ട് പൊക്കോട്ടാ. നമുക്ക് അവരൊന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ അവരെ നിനക്ക് പറഞ്ഞാലും നിനക്ക് അവരെ പൊക്കാൻ പറ്റൂല. ആറാം പറപ്പുകളാണൊക്കെ. അവളെന്നല്ല, അവന്റെയൊക്കെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരെ ഞാൻ അവരെ പൊക്കിയിരിക്കും. അപ്പൊ നീ പേരെടുക്കാൻ നടക്കണ തമാശ കളിക്കാണ്ട് പറ ജോർജ്. ഇവിടെ കൊച്ചി വാഴുന്നുണ്ടല്ല, സായിപ്പ് ടോണിയോ അവന്റെ ഗ്യാങ്ങുമാണ്. അവന്മാരറിയാണ്ട് ഒരു പണിയോടെ നടക്കൂല. സായിപ്പ് ടോണിയോ? തങ്കത്തോണി, MS ധോണി എന്ന് കേട്ടിട്ടുണ്ട്. ഇതാരാണാവോ ഈ സായിപ്പ് ടോണി? ബിലാൽ, ഐ ആം ദ സായിപ്പ് ടോണി. എനിക്കറിയാമായിരുന്നു ബിലാൽ നീ എന്നെ തേടി വരുമെന്ന്. എങ്ങനെ? നീ വായിക്കുന്നതിന് മുമ്പ് ഈ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിരുന്നു. ടോണി, ഇവന് സ്വത്തെഴുതി വാങ്ങിയവരുടെ അഡ്രസ് കൊടുക്കാൻ. നീ ആരുടെ സെൻസസ് എടുക്കുന്ന ആളാ? ഒറ്റയ്ക്ക് വന്ന് പെട്ടുപോയല്ലോടാ. മോനെ കണ്ണ, പന്നികളാണ് കൂട്ടം കൂട്ടമായി എറിയുന്നത്. സിംഹം ഉച്ചയ്ക്കാണ് വരാറ്. സിംഹം വരുന്നത് ഒറ്റയ്ക്കായിരിക്കും, പക്ഷെ ഇവിടുന്ന് പോകുന്നത് കിഴങ്ങായിരിക്കും. സിംഹത്തിന്റെ മുട്ടുകാലിയാൻ തല്ലി ഓടിക്കും. അതിന്റെ ആവശ്യമില്ല, ഞാൻ കാലി ഓടിക്കാം. എന്നെ വെറുതെ വിട്ടേക്ക്, കൊല്ലരുത്. ഞാനൊന്നും ഞൊടിച്ച 10 മിനിറ്റ് മതി, എന്റെ ആൾക്കാരോട് വരും. ഞൊടിക്കട്ടെ. നിന്റെ ആള് വരാൻ 10 മിനിറ്റ് എടുക്കും. പക്ഷേ എന്റെ ആള് വരണമെങ്കിൽ വെറും 3 സെക്കൻഡ് മതി. വിളിക്കും. 3 സെക്കൻഡിൽ ഇവിടെ എത്തണം. 3 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ്. സാർ പിസ. പിസക്കാരനാ? 3 സെക്കൻഡിനുള്ളിൽ വരുന്ന ആളെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ടോണി, നീ ചിന്തിച്ചു നിർത്തുന്ന സ്ഥലത്ത് നിന്നും ഞാൻ ചിന്തിച്ചു തുടങ്ങും. നീ പറയുന്നവരല്ലേ ടോണി ചേട്ടനായിട്ട് സ്കീം ഇറക്കണ? ആരാടാ നീ? എന്നെ കണ്ടിട്ട് ആരാടെന്ന് ചോദിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ആള് നീയാ. എന്നെ കണ്ടിട്ട് ആരാണെന്ന് ചോദിക്കുന്ന കേരളത്തിലെ 2ാമത്തെ ആള് നീയാ. ഓ ശരി, 3ാമത്തെ ആള് നീ തന്നെ. സമ്മതിച്ചു. കണ്ണാ, ഞാനൊരു കാര്യത്തിൽ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നത് ഞാൻ പോലും കേൾക്കില്ല. നീ എന്ത് കാര്യത്തിലാടാ കമ്മിറ്റഡ് ആയിരിക്കുന്നത്? ഞാൻ നിങ്ങളെ തല്ലില്ലെന്നുള്ള കാര്യത്തിൽ. മോനെ ജോർജ്, ആരാ അവന്മാര്? എന്റെ മെയിൽ ടീച്ചറിന്റെ സ്വത്ത് എഴുതിയെടുത്ത അവന്മാരാരാ? ബടി, കണ്ണുണ്ടാവും, മൂക്കുണ്ടാവും, കാതുണ്ടാവും, നാക്കുണ്ടാവും, കിഡ്നി ഉണ്ടാവും, തലച്ചോറുണ്ടാവും, പക്ഷെ നിന്റെ ജീവൻ ഉണ്ടാവില്ലട്ടാ. ബടി ബടിയായിക്കോ, വിട്ടോ. വേണ്ട, ജീവൻ വേണ്ട. കണ്ണും കിഡ്നിയൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ അതുകൊണ്ട് വിറ്റ് ജീവിച്ചോളാം. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവന്മാരുടെ പേര് പറഞ്ഞാലും ഞങ്ങൾക്ക് പറ്റത്തില്ല. വേണമെങ്കിൽ ഞങ്ങൾ കിട്ടിയ കാശിൽ നിന്ന് കുറച്ച് കാശ് നിനക്ക് വേണമെങ്കിൽ തരാം. ഈസ് ഇറ്റ് ഡീൽ ഓർ നോ ഡീൽ? ഇടിയിൽ അവര് ഭ്രാന്താണ്, ഭ്രാന്ത്. മോൻ വേം പറ. മോന്റെ ബാപ്പായ ദുബായിലായിരുന്നു. ബാപ്പാക്ക് അടുത്ത വിമാനത്തില് ദുബായിലേക്ക് തിരിച്ചു പോണം. മോൻ വേം പറ. എന്താ പറഞ്ഞത്? വേഗം പറയാൻ. അല്ല, അതിനും പറഞ്ഞത് വിമാനത്തിൽ പോണ കാര്യം. അതല്ല, അതിനു മുമ്പ് പറഞ്ഞത് ബാപ്പായാണെന്ന്. എന്റെ ബാപ്പ. അയ്യോ ബാപ്പ, അയ്യോ ഞാൻ ഉമ്മനെ വിളിക്കണ്ട. ഹലോ, ആ ഉമ്മനെ ഉപേക്ഷിച്ച് ദുബായിക്ക് പോയത് അവിടെ ബാപ്പ തിരിച്ചു വന്നു. ഒരു 5 ഡയലോഗ് പറഞ്ഞപ്പോ മാറിപ്പോയതാണ്.
ഞാൻ ശരിക്കും വിചാരിച്ചു പാപ്പയാണെന്ന്. പറ, മേരി ടീച്ചറിന്റെ സ്വത്തൊക്കെ ആരാ എഴുതി വാങ്ങിച്ചേ? ബിലാല്, നീ പറയണ കേക്ക്. നിനക്ക് അവരൊന്നും ചെയ്യാൻ പറ്റൂല. അവരുടെ കൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. നീ വിട്ടോട്ടാ വെറുതെ. ബിലാല്, മേരി ടീച്ചറിന്റെ അവസാന കാലത്തൊക്കെ അവരാണ് ഉണ്ടായിരുന്നേട്ടാ. മേരി ടീച്ചറിനെ അത്രക്ക് ഇഷ്ടമുണ്ട് അവരാ. അത് കാരണമാണ് ആ സ്വത്ത് മുഴുവൻ അവർ എഴുതി കൊടുത്ത്. നീ പോട്ടാ. ബിലാല് ടീച്ചറിന്റെ സ്വത്തിന് വേണ്ടിയാണ് ഞാനും നടന്നത്. പക്ഷെ അവന്മാരാണെന്ന് പറഞ്ഞപ്പോഴല്ല ഞാനത് അങ്ങോട്ട് വിട്ടു. മര്യാദക്ക് പറ ഗിപ്സ, അവന്മാരാരാ? എന്നൊന്ന് കാണിച്ചതാ. അവരുടെ പടം എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ ചത്താലും ഞാൻ തരില്ല. അപ്പൊ നീ ചത്താലേ എനിക്ക് ആ പണം കിട്ടൂ. എങ്കി പിന്നെ നീ ചാവ്. എടാ, ഇന്നിന്റെ അന്ത്യോടാ. ഇന്നോടാ പിടിച്ചോടാ. ആ തോക്കല് വെടിയുണ്ട പുറകോട്ടാണ് പോണത്. ഇത്തിരി പൈങ്കിളിയാ. ചെറിയൊരു ജോസ് പ്രകാശിലെയും മേരി ടീച്ചറിന്റെ പ്രിയപ്പെട്ടവര്, ജനലക്ഷങ്ങളുടെ പിന്തുണയുള്ളവര്. നോക്കട്ടെ. അയ്യോ, ഇല്ല, എനിക്ക് സാധിക്കില്ല. ജസിക രാജയിലെ ഗസ്റ്റായിട്ട് വരുന്നതിന്റെ ഗുണം ഇപ്പൊ മനസ്സിലായി. അല്ലാതെ മൂന്നാമതൊരു ഫോട്ടോ കൂടെ അതിനകത്ത് വന്നേനെ. സാധ്യമായ പെർഫോമൻസ് ആയിരുന്നു, പറയാതെ വയ്യ. ആരാണ് മേരി ടീച്ചർ? എന്താണ് അവർക്കുള്ള ആസ്തി? ഞങ്ങൾക്ക് എന്ത് കിട്ടും? ബിലാല് ഞങ്ങൾ പറയായിരുന്നു സത്യനും ബിജുകുട്ടനും ചേർന്നൊരു